നിങ്ങളുടെ ഫോൺ മോഷ്ടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾക്കത് തിരിച്ചു കിട്ടുന്ന ഒരു സെറ്റിംഗ്സ് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. അത് ചെയ്തു വെക്കണം. എടുത്തവന് പണി നമുക്ക് തന്നെ കൊടുക്കാനും പറ്റും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എങ്ങനെയാണെന്ന് നോക്കാം ആ സെറ്റിംഗ്സ്. അതിനുവേണ്ടി നിങ്ങൾ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് അവിടെ ഗൂഗിൾ എന്ന് കാണാൻ പറ്റും. ഇതുപോലെ ഏറ്റവും താഴെ ഗൂഗിൾ എന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടാബുകൾ മുകളിൽ വരും. അതിൽ ഓൾ സർവീസ് എന്ന് കാണുന്നില്ലേ, അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഓൾ സർവീസ് ടാപ്പ് ചെയ്യുമ്പോൾ ആൾ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് താഴെ വരുന്നതായിരിക്കും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. ഏറ്റവും താഴെയായിട്ടാണ്, അതാണെങ്കിൽ താഴെ ഇതാണ് പേഴ്സണൽ ആൻഡ് ഷെയർ സേഫ്റ്റി എന്നുള്ളത് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക, തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് എടുത്ത് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ ഫോണിൽ ഓഫായാണ് കിടക്കണമെങ്കിൽ തെഫ്റ്റ് ലോക്ക് എന്നുള്ള ആദ്യത്തത് വലത്തോട്ട് തിരിച്ച് ഓണായി കൊടുക്കുക. നിങ്ങളുടെ ഫോൺ മോഷ്ടിക്കപ്പെടുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായി വീഴും. ആ ലോക്ക് അവർക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുതരും. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനും നിങ്ങൾ നോക്കുക, അത് വായിച്ചു നോക്കുക. ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക്. നിങ്ങളുടെ ഫോൺ മോഷ്ടിക്കപ്പെടുമ്പോൾ അത് കിട്ടുന്ന ആളുടെ സമയത്ത് അത് ഓഫ്ലൈൻ ആണെങ്കിലും ശരി തന്നെ, അപ്പോഴും നിങ്ങൾക്ക് അയാളെ കണ്ടുപിടിക്കാനുള്ള മാർഗവും അതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ അതും അവർക്ക് ലോക്ക് ഇരിക്കുന്നതുകൊണ്ട് ഒരു ഡിവൈസിന്റെ അകത്തുള്ള നിങ്ങളുടെ ഫോണിന്റെ ഒരു ഡാറ്റ പോലും അവർക്ക് എടുക്കുവാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് രണ്ടും നിങ്ങൾ വലത്തോട്ട് തിരിച്ച് ആ ഗ്രീൻ ബട്ടൺ കാണുന്നില്ല, ഗ്രീൻ, അത് ഓണായി കിടക്കണം. ഇത് രണ്ടും നിങ്ങൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഫോൺ മോഷ്ടിക്കപ്പെടുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടുന്നയാൾക്ക് നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അതിനകത്തുനിന്ന് എന്തെങ്കിലും ഡാറ്റ അവർക്ക് ചോർത്താനുള്ള സാഹചര്യം അവർക്ക് നോക്കുകയാണെങ്കിൽ അതും നടക്കില്ല. ഇത് രണ്ടും നിങ്ങൾക്ക് ഫോണിൽ തന്നെ ചെയ്തു വെക്കാം. നിങ്ങൾക്ക് അത് മാത്രമല്ല, നിങ്ങളുടെ ഫോണിൽ സൗകര്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിന്റെ സെർച്ച് ബാർ കാണും. അവിടെ നിങ്ങൾ തെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. തെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ തൊട്ട് താഴെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ തന്നെ അവിടെ തൊട്ട് താഴെയായിട്ട് വരും. ചിലപ്പോൾ തെഫ്റ്റ് എന്ന് വരും, അല്ലെങ്കിൽ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് വരും. തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് വരുമ്പോൾ അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്ഷനിലോട്ട് പോകും. അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള സെറ്റിംഗ്സ് എല്ലാം ഇതുപോലെ വലത്തോട്ട് തിരിച്ച് ഗ്രീൻ ടിക്ക് ഓൺ ആയി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ മോഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലവർ അത് കണ്ടുടനേണ്ടതിന് നിങ്ങളുടെ കയ്യിൽ തിരിച്ചു ഏൽപ്പിക്കാനും സാധ്യതയുണ്ട്. വളരെ വിലപ്പെട്ട ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണൊക്കെ ആയിരിക്കും. നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഫോണ് പോകുന്നതല്ല, അതിന്റെ ഡാറ്റകളൊക്കെ അവർ ചോർത്തി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള സെറ്റിംഗ്സ് ആണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.